Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. നമ്മൾ ഇന്ന് ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് MCQ 8th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇന്നലെ സോൾവ് ചെയ്തിരുന്നു. ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. 8th ക്വസ്റ്റ്യൻ തൊട്ടാണ് ഇന്ന് സോൾവ് ചെയ്യേണ്ടത്. 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ് ഇസ് കോൾഡ് സോ ബിക്കോസ്. അതായത് നമുക്കറിയാം എന്ത് ഫോട്ടോസിന്തസിസിലെ മെയിൻ റിയാക്ഷൻസ് ഫസ്റ്റ് ലൈറ്റ് റിയാക്ഷനും സെക്കൻഡ് ഡാർക്ക് റിയാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഇസ് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് ഓൺ സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കാത്തതുകൊണ്ട് ലൈറ്റ് റിയാക്ഷൻ എന്ന് വിളിച്ചു. ആൻഡ് ഡാർക്ക് റിയാക്ഷൻ നമ്മൾ NCERTയുടെ സെന്റൻസ് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി മിസ്നോമർ. അതായത് ഡാർക്കിൽ നടക്കുന്നത് കൊണ്ടല്ല ഡാർക്ക് റിയാക്ഷനെ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? പിന്നെ അതിനെ അങ്ങനെ വിളിക്കാൻ കാരണം അത് ലൈറ്റിന് ഡിപ്പെൻഡന്റ് അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഡാർക്കിന് മാത്രം നടക്കുന്നതുകൊണ്ട് ഡാർക്ക് റിയാക്ഷൻ വിചാരിച്ച് കളയരുത്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡാർക്ക് റിയാക്ഷനെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഇറ്റ് ക്യാൻ അക്കർ ഇൻ ഡാർക്ക് ഓൾസോ. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ലൈറ്റ് എനർജി. തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇറ്റ് കനോട്ട് അക്കർ ഡ്യൂറിംഗ് ഡേ ലൈറ്റ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇറ്റ് അക്കേഴ്സ് മോർ റാപ്പിഡ്ലി അറ്റ് നൈറ്റ്. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഡാർക്ക് റിയാക്ഷനെ അങ്ങനെ വിളിക്കുന്നത്? അതിന്റെ ആൻസർ എന്താണ്? കാരണം അതിന് ഡയറക്ട്ലി ലൈറ്റ് റിയാക്ഷൻ പോലെ ലൈറ്റിന് ഡിപ്പെൻഡന്റ് ആയിട്ടില്ല ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് ഈവൻ ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആയാലും ഡാർക്ക് റിയാക്ഷൻ നടക്കും. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്തായിരിക്കും? ഇറ്റ് ക്യാൻ അക്കർ ഇൻ ഡാർക്ക് ഓൾസോ. അതുകൊണ്ടാണ് അതിന് ഡാർക്ക് റിയാക്ഷൻ പറയുന്നത്? അല്ല. അപ്പൊ ആ സൊല്യൂഷൻ തെറ്റായി. ഇനി സെക്കൻഡ് എന്താ പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ലൈറ്റ് എനർജി. അതെങ്ങനെയാണ്? അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് അല്ലാത്തത് കൊണ്ടാണ് അതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി തേർഡ് ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് കനോട്ട് അക്കർ ഇൻ ഡേ ലൈറ്റ്. അങ്ങനെ ഒരു നിർബന്ധം ഡാർക്ക് റിയാക്ഷന് ഇല്ല. കാരണം എന്താ? ലൈറ്റ് ഡിപ്പെൻഡന്റ് അല്ലെന്നുള്ളൂ. ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡാർക്ക് റിയാക്ഷൻ നടക്കും. പക്ഷെ നിർബന്ധമില്ല ലൈറ്റ് വേണമെന്ന്. ഇനി ഫോർത്ത് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇറ്റ് അക്കേഴ്സ് മോർ റാപ്പിഡ്ലി അറ്റ് നൈറ്റ്. അങ്ങനെയും എവിടെയും പറയുന്നില്ല ഡാർക്ക് റിയാക്ഷൻ കൂടുതൽ നൈറ്റിലാണ് നടക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ ബി, ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ലൈറ്റ് എനർജി. അപ്പോ സൊല്യൂഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? ലൈറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ ഡാർക്ക് റിയാക്ഷൻ. നിർബന്ധം ഇല്ല ലൈറ്റ് വേണമെന്ന്. ഇനി ഡാർക്ക് റിയാക്ഷൻ എങ്ങനെയാണ്? നമുക്കറിയാം ആദ്യം അസിമുലേറ്ററി പവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് കണ്ടു. ആൻഡ് അതിന്റെ അസിമുലേറ്ററി പവേഴ്സ് ആയിട്ട് നമുക്ക് ATP കിട്ടി എൻ പ്രോഡക്റ്റ് ആയിട്ട്, NADPH കിട്ടി എൻ പ്രോഡക്റ്റ് ആയിട്ട്, ആൻഡ് ഓൾസോ ഓക്സിജൻ ഇസ് ഓൾസോ ഇവോൾവ്. ഇനി ഇതിന്റെ എൻഡിൽ ഈ ATPയും NADPHും അസിമുലേറ്റീവ് പവർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറഞ്ഞ ഡാർക്ക് റിയാക്ഷൻ കണ്ടു. അതാണ് ആക്ച്വൽ ഫേസ് ഇൻ വിച്ച് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടായി വരുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇനി ബാക്കിയുള്ള പ്രത്യേകതകൾ എന്താ ഡാർക്ക് റിയാക്ഷന്റെ? ഇറ്റ് യൂട്ടിലൈസസ് ATP ആൻഡ് NADPH. ഇനി ഇതിൽ ഫോട്ടോ സിസ്റ്റത്തിന്റെ ആവശ്യകത ഇല്ല. കാരണം എന്താ? ഫോട്ടോ സിസ്റ്റം നമ്മൾ കണ്ടത് സൈക്ലിക്കും നോൺ സൈക്ലിക്കും നമ്മൾ കണ്ടിരുന്നു. അതെപ്പോഴാണ്? ലൈറ്റ് റിയാക്ഷന്റെ താഴെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഫോട്ടോ സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ ഉള്ളത് തന്നെ വൈഡർ റേഞ്ച്. നമ്മൾ ഫോട്ടോ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് പഠിച്ചിരുന്നു? ഫോട്ടോ സിസ്റ്റത്തിൽ നടുക്കൊരു റിയാക്ഷൻ സെന്റർ ഉണ്ട് വിച്ച് ഇസ് ഒക്യുപ്പൈഡ് ബൈ ക്ലോറോഫിൽ A. പിന്നെ ഈ റിയാക്ഷൻ സെന്ററിന് ചുറ്റും എന്തുണ്ട് നമ്മൾ കണ്ടിരുന്നു? ആക്സസറി പിഗ്മെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഫോട്ടോ സിസ്റ്റത്തിൽ റിയാക്ഷൻ സെന്റർ ഉണ്ട് ആൻഡ് ആക്സസറി പിഗ്മെന്റ്സ് ഉണ്ട്. ഇനി റിയാക്ഷൻ സെന്ററിന്റെ പ്രത്യേകത നമ്മൾ ഇന്നലെയും കൂടെ കണ്ടതാണ്. അതെന്താണ് ചെയ്യുന്നത്? റിയാക്ഷൻ സെന്റർ മെയിൻലി ഇൻവോൾവ് ആണ് എല്ലാ പ്രോസസ്സിലും. ആൻഡ് ക്ലോറോഫിൽ A ഒക്യുപ്പൈ ചെയ്യുന്നതാണ് റിയാക്ഷൻ സെന്റർ. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു റിയാക്ഷൻ സെന്റർ എങ്ങനെയാണ് ഒരു കിങ് പോലെ ആക്ട് ചെയ്യും. അതായത് മെയിൻ കൺവേർഷൻ ഓഫ് ലൈറ്റ് ഇൻ ടു കെമിക്കൽ എനർജി നടത്തുന്ന ആളാണ് റിയാക്ഷൻ സെന്റർ ആൻഡ് വിച്ച് ഇസ് ഒക്യുപ്പൈഡ് ബൈ ക്ലോറോഫിൽ A. ഇനി ചോദിക്കാണ് ആക്സസറി പിഗ്മെന്റ്സിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഫോട്ടോ സിസ്റ്റത്തിലെ റിയാക്ഷൻ സെന്ററിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഇനി ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് ദ പിഗ്മെന്റ്സ് അതർ ദൻ ക്ലോറോഫിൽ A. ആൻഡ് ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യും? ലൈറ്റ് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. ഇനി ആക്സസറി പിഗ്മെന്റ്സിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നു.
broadening the spectrum of light absorption. Different kinds of pigments ഉണ്ട്. ഓരോരാളും ഓരോ ഡിഫറെന്റ് വേവ് ലെങ്തിൽ എനർജി അബ്സോർബ് ചെയ്യും, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ അവരുടെ ടോട്ടൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സ്പെക്ട്രം വൈഡനിങ് അല്ലെങ്കിൽ ബ്രോഡനിങ് ചെയ്യുന്നതാണ് ആര്, നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ്. അപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, റേഞ്ച് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, നമ്മുടെ മെയിൻ എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും ടു ക്ലോറോഫിൽ എ. ട്രാൻസ്ഫർ എനർജി to chlorophyll A, which is the reaction center where main conversions of light into chemical energy is taking place. ഇനി third function accessory pigments എന്ന് പറയുന്നത് നമ്മുടെ കിങ് ആയിട്ടുള്ള നടുക്കിരിക്കുന്ന റിയാക്ഷൻ സെന്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ എനെ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഏത് പ്രോസസ്, ഫോട്ടോ ഓക്സിഡേഷൻ. ഫോട്ടോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എക്സസീവ് ലൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സഡൻലി ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് കണ്ടെയ്നിങ് എലമെന്റ് ഓക്സിഡൈസ് ആയി പോകും. ഓക്സിഡൈസ് ആയാൽ ഇറ്റ് വിൽ വർക്ക് നോ മോർ. അപ്പൊ അങ്ങനെ വർക്ക്ലെസ് അല്ലെങ്കിൽ യൂസ്ലെസ് ആവാണ്ടിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ബാക്കിയുള്ള ആക്സറി പിഗ്മെന്റ്സിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ആക്സറി പിഗ്മെന്റ്സിന്റെ ഈ 3 ഫംഗ്ഷനും ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിയാക്ഷൻ സെന്ററും ആക്സറി പിഗ്മെന്റ്സ് ഒക്കെ വരുന്ന ഫോട്ടോ സിസ്റ്റം നമുക്ക് ഡാർക്ക് റിയാക്ഷനിൽ വേണോന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, ഡാർക്ക് റിയാക്ഷൻ ഓൾസോ ഒക്കേഴ്സ് ഡയറക്ട്ലി ലൈറ്റ് ഡിപ്പെൻഡന്റ് അല്ല ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ആക്സറി പിഗ്മെന്റ്സിനോ അതിന്റെ ലൈറ്റിന്റെ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്ന ക്ലോറോഫിൽ എക്കോ ഏതിന് റോൾ ഇല്ല, ഡാർക്ക് റിയാക്ഷന് റോൾ ഇല്ല. അപ്പൊ അങ്ങനെ റോൾ ഇല്ലാത്തൊരു സാധനം നമുക്ക് എന്തിനു വേണ്ട, ഡാർക്ക് റിയാക്ഷൻ ആവശ്യം ഇല്ല. അപ്പൊ ഈ പോയിന്റ് ജസ്റ്റിഫൈഡ് ആയി. നോ ഫോട്ടോ സിസ്റ്റം ഇസ് റിക്വയർഡ്, അതും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി വാട്ടർ ഡസ് നോട്ട് അണ്ടർഗോ ദി പ്രോസസ് ഓഫ് ഫോട്ടോലൈസിസ്. അതായത് ഫോട്ടോലൈസിസും നമ്മൾ ഏതിന്റെ അസോസിയേഷൻ ആണ് കണ്ടത്, PS2ന്റെ അസോസിയേഷൻ ആണ്. Z സ്കീം കണ്ടപ്പോ അതില് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ റൗണ്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫോട്ടോലിസിസ് അല്ലെങ്കിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് കണ്ടത്. അതും ഡാർക്ക് റിയാക്ഷനിൽ അക്കർ ചെയ്യുന്നില്ല. അത് ഓൾറെഡി ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞു, ഇവല്യൂഷൻ ഓഫ് ഓക്സിജൻ ബൈ വാട്ടർ സ്പ്ലിറ്റിംഗ്. പിന്നെ ഡാർക്ക് റിയാക്ഷനിൽ ആക്ച്വലി ഫോട്ടോലൈസിസോ വാട്ടർ സ്പ്ലിറ്റിംഗോ നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡാർക്ക് റിയാക്ഷൻ ഇസ് കോൾഡ് സോ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ലൈറ്റ് എനർജി ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് ഓൺ ലൈറ്റ് എനർജി ലൈക്ക് ലൈറ്റ് റിയാക്ഷൻ. അപ്പൊ ഇത്രയാണ് 8th ക്വസ്റ്റിന്റെ ആൻസർ. ഇനി 9th ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് PEP ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഇസ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇൻ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം, അതായത് C4 പ്ലാന്റ്സിലും C3 പ്ലാന്റ്സിലും C2 പ്ലാന്റ്സിലും ഒക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഇന്നലെ ലൈറ്റ് റിയാക്ഷന്റെ മെയിൻ പ്രോഡക്ട്സും അസിമിലേറ്ററി പവറും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വരെ നമ്മൾ ചാപ്റ്റർ സമ്മറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അതിന്റെ കണ്ടിന്യൂറ്റിയിൽ ഞാൻ ബാക്കിയുള്ള ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് പഠിച്ചിരുന്നു, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടറും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ കണ്ടു. ആദ്യം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഫോട്ടോസിന്തസിനെ, ആസ് ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു, ഫോട്ടോ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് അറേഞ്ച്ഡ്, ഇനി അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നോൺ സൈക്ലിക്, സൈക്ലിക്, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. ആൻഡ് ഇതിന്റെ എൻഡില് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എൻഡിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം, കെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസ് വിച്ച് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. NCERT-ലും അതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ PS1 പറ്റി പഠിച്ചു, PS2 പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കണ്ടു, ലൈറ്റ് റിയാക്ഷന് എൻഡിൽ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, അസിമിലേറ്ററി പവർ ഫോർ ബാക്കിയുള്ള ഫോട്ടോസിന്തസിസ് റിയാക്ഷൻ, അതായത് ഡാർക്ക് റിയാക്ഷൻ ഇസ് ഫോംഡ് അല്ലെങ്കിൽ സിന്തസൈസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഇനി ഈ അസിമിലേറ്ററി പവർ ആയിട്ടാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചത്, ATP, NAD, PH. അപ്പൊ ATPയും NADPHും ഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ ഇന്നലെ ജസ്റ്റ് കണ്ടിരുന്നു. ഞാൻ അതൊന്നും കൂടി എടുക്കുകയാണെങ്കിൽ നോൺ സൈക്ലിക്കും സൈക്ലിക് സ്റ്റെപ്സ് നമ്മൾ കണ്ടിരുന്നു. ഇതിലെന്താണ് നടക്കുന്നത്, ഫോട്ടോ സിസ്റ്റം ഇസ് ഗെറ്റിംഗ് എക്സൈറ്റഡ്, അതായത് സൺലൈറ്റ് അതിൽ വന്ന് പതിക്കുമ്പോൾ അതിലെ ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് എക്സൈറ്റഡ് ആൻഡ് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകുമ്പോൾ ദേ മൂവ് ത്രൂ ദി ഫോട്ടോ സിസ്റ്റംസ്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന് ഏതൊരു പ്രോസസ്സിനും
അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് പ്ലാന്റിന് ഗുണം ഉണ്ടാവണം. പ്ലാന്റിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ ആണ്, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷൻ ആണ്. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് അറ്റ് ദി എൻഡ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ നമുക്കറിയാം നെക്സ്റ്റ് ഫേസിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി അസിമുലേറ്റഡ് പവർ ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കണം. അപ്പോൾ ലൈറ്റ് റിയാക്ഷന്റെ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് അസിമുലേറ്റഡ് പവർ ഉണ്ടാക്കുക, ATP അല്ലെങ്കിൽ NADPH ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ATP ആൻഡ് NADH എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം എപ്പോഴാണ് സെല്ലിൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെൽ എടുത്തു നോക്കിയാൽ അതിൽ ATP ഉണ്ടാവുന്നത്? നമുക്കറിയാം ആദ്യം നമ്മളൊരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നു വിത്തിൻ ദി സെൽ അല്ലെങ്കിൽ വിത്തിൻ ദ ഓർഗനൽ. എന്താന്ന് വെച്ചാൽ ആൻഡ് ആ പ്രോട്ടോൺ ഗ്രേഡിയന്റിന്റെ ബ്രേക്കേജ് വഴിയാണ്, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു ബൈ വേരിയസ് പ്രോസസ്. അത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഈ ഉണ്ടാക്കിയ ഗ്രേഡിയന്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ബ്രോക്കൺ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് റിലീസ് ആവുന്നു? എനർജി ഇസ് ബീങ് റിലീസ്ഡ്. ഇനി ഈ എനർജി റിലീസ് ആവുന്നത് ഏത് ഫോമിലാണ്? ഇൻ ദി ഫോം ഓഫ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്. PMF എന്ന് എഴുതാണ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്. ഇനി അറ്റ് ദി എൻഡ് എന്തുണ്ടാവുന്നു? സിന്തസിസ് ഓഫ് ATP. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ആദ്യം നമുക്ക് എന്ത് സെറ്റ് ചെയ്യണം? ATP ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ട സാധനമാണ് H+ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെയാണ് സെറ്റ് ആവുക എന്നുള്ളതിന് നമുക്ക് NCERT സ്റ്റെപ്പ് വൈസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഹൗ ഇസ് ദിസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ആദ്യം നമുക്ക് ഏറ്റവും അറിയുന്ന കാര്യം ലൈറ്റ് റിയാക്ഷനിൽ ഫോട്ടോ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നു, ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു ആൻഡ് ഇലക്ട്രോൺ ജംപ് ഫ്രം വൺ ആക്സെപ്റ്റർ ടു ദി അതർ. ആൻഡ് ഇതിനോടുകൂടെ തന്നെ നമുക്കറിയാം ഫോട്ടോ സിസ്റ്റത്തിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് ലൈറ്റ് എക്സൈറ്റേഷൻ നടക്കുമ്പോൾ, സൺലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നോൺ സൈക്ലിക്കിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ PS2 അൺലിമിറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സൈക്ലിക്കിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ PS1 അൺലിമിറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസ് പോയിക്കൊണ്ടിരുന്ന ഫൈനലി എന്തായാലും എന്ത് വരും? ഒരു ഡിപ്ലീഷൻ ഓഫ് ഇലക്ട്രോൺസ് വരും ടു ഹാവ് എക്സൈറ്റഡ്. അതായത് എക്സൈറ്റഡ് ആവാനുള്ള ഇലക്ട്രോൺസിന് ഒരു കുറവ് വരും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഇലക്ട്രോൺസ് റീസ്റ്റോർ ചെയ്യണം സോ ദാറ്റ് ദി പ്രോസസ് ഒക്കേഴ്സ് അൺലിമിറ്റഡ്ലി. അപ്പൊ അൺലിമിറ്റഡ് ആയിട്ട് നടക്കണമെങ്കിൽ ഇലക്ട്രോൺസ് റീസ്റ്റോർ ചെയ്യണം. അപ്പൊ PS2 ഇലക്ട്രോൺസ് റീസ്റ്റോർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പഠിച്ചത്, എന്ത്? വാട്ടർ സ്പ്ലിറ്റിംഗ്. അപ്പൊ ഈ ഹൗവിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടർ സ്പ്ലിറ്റിംഗ്. PS2 വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. അങ്ങനെ വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നടക്കും. ഇനി ഇതിന്റെ കൂടെ പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഇതിന്റെ സൈറ്റ് ആണ്. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്ന സൈറ്റ് ഏതാണ്? ഇന്നർ സൈഡ് ഓഫ് മെംബ്രെയിൻ. ഇന്നർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഉള്ളില് ഇന്നർ സൈഡിൽ എന്ത് നടക്കുന്നു? വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നടക്കുന്നു. അപ്പോ വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷന്റെ എൻഡിൽ നമുക്കറിയാം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും അതിനെ പറ്റിയാണ്. ആ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടറിന്റെ റിയാക്ഷന്റെ ഫസ്റ്റ് എങ്ങനെയാണ്? വാട്ടർ സ്പ്ലിറ്റ് ആയി H+ ആവുന്നു, അതിന്റെ കൂടെ ഇലക്ട്രോൺസ് റിലീസ് ആവുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്തില്? വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നമുക്ക് ബേസിക്കലി കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇങ്ങനെ റിലീസ് ആവുമ്പോൾ നമുക്കറിയാം ഇവിടെ പ്രോട്ടോൺസ് റിലീസ് ആവുന്നുണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് റിലീസ് ആവുന്നുണ്ട്. അപ്പോ ഈ പ്രോട്ടോൺസ് റിലീസ് ആവുന്നത് കാരണം അതിലൊരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഓൾറെഡി ഉണ്ടായി. അതായത് വാട്ടർ സ്പ്ലിറ്റിംഗ് കാരണം പ്രൊഡ്യൂസ് ആവുന്ന വാട്ടർ സ്പ്ലിറ്റിംഗ് ലീഡ്സ് ടു പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടോൺസ്. അപ്പോ അത് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? വിച്ച് accumulates in the lumen of thylakoid. ഇപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നു, നമ്മുടെ പ്രോട്ടോൺ പതുക്കെ ഗ്രേഡിയന്റ് ഫോം ചെയ്യാൻ വേണ്ടി അക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബൈ വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും? ഏത് വഴിയായിരിക്കും നമ്മുടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇവിടെ ഫോം ചെയ്യാന്ന് വെച്ചാൽ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഫോട്ടോ സിസ്റ്റത്തിന്റെ അക്രോസ് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രോട്ടോൺസ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദി മെംബ്രെയിൻ. കാരണം എന്താ? നമുക്കറിയാം ഫോട്ടോ സിസ്റ്റത്തിലും, അതായത് ഫോട്ടോ സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ, അതായത് പ്രൈമറി അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ, അതെ നമുക്ക് എവിടെയാണെന്നറിയാം? നമ്മുടെ മെംബ്രെയിന്റെ പുറത്ത്. നമ്മൾ കെമി ഓസ്മോട്ടിക് സിന്തസിസ് പഠിക്കുമ്പോൾ ഒരു വലിയ ഡയഗ്രാം പഠിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും അറ്റത്ത് നമുക്കറിയാം എന്തുണ്ട്? ഫോട്ടോ സിസ്റ്റം വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ സിസ്റ്റം എടുത്ത് നോക്കിയാൽ ആ ഫോട്ടോ സിസ്റ്റത്തിൽ നിന്ന് നെക്സ്റ്റ് നമ്മൾ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവാണ്. ഇലക്ട്രോൺ ഇസ് എക്സൈറ്റഡ് ആൻഡ്
accepted by the primary acceptor of electron which is located on the outer side of membrane. അപ്പോ ഈ പ്രൈമറി അക്സെപ്റ്റർ നെക്സ്റ്റ് കൊടുക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഈ ഇലക്ട്രോൺ കൊടുക്കുന്നത് ഒരു ഇലക്ട്രോൺ കാരിയറിലേക്കല്ല, പക്ഷെ ഒരു ഹൈഡ്രജൻ കാരിയറിലേക്കാണ്. അതായത് ഇതാണ് എന്ത്? നമ്മുടെ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസ്. ഈ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസ് നമ്മുടെ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് പ്ലാസ്റ്റോക്വിനോൺ ആണ്. നമുക്കറിയാം പ്ലാസ്റ്റോക്വിനോൺ എന്താണ്? നോട്ട് ആൻ ഇലക്ട്രോൺ കാരിയർ, ഹൈഡ്രജൻ കാരിയർ. അപ്പൊ ഇലക്ട്രോണിനെ മാത്രം ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുമെന്ന് ഫിയോഫൈറ്റും പ്ലാസ്റ്റോക്വിനോൺ ചോദിക്കാം. അപ്പൊ പ്ലാസ്റ്റോക്വിനോൺ ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം, പക്ഷെ നോട്ട് ആസ് സോൾലി ആസ് ഇലക്ട്രോൺ. അതിന് എച്ച് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവേ അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ പുറത്ത് അതായത് നമ്മുടെ സ്ട്രോമയിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് ഒരു എച്ച് പ്ലസിനെ എടുക്കും. ആൻഡ് എച്ച് പ്ലസ് ഫ്രം സ്ട്രോമ നമ്മുടെ പ്ലാസ്റ്റോക്വിനോൺ എടുത്തു. ആൻഡ് അത് ഈ ഇലക്ട്രോൺ വിച്ച് ഇസ് നീഡഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് അക്രോസ് ആ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്ത് എച്ച് ആവുന്നു. ആൻഡ് കംപ്ലീറ്റ്ലി ഈ എച്ച് ആണ് നെക്സ്റ്റ് സാധനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അഗെയിൻ നമ്മൾ ഈ പ്രോസസ്സ് കാണുമ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇസ് ബീങ് ക്രിയേറ്റഡ്. കാരണം എന്താ? പ്രൈമറി അക്സെപ്റ്റർ ഇലക്ട്രോൺ കൊടുക്കുന്നത് ഒരു ഇലക്ട്രോൺ കാരിയറിനല്ല, പക്ഷെ ഒരു എച്ച് കാരിയറിന് ആണ് എന്നുള്ള റീസൺ കൊണ്ട്. അപ്പൊ നമുക്കിവിടെ സെക്കൻഡ് പോയിന്റ് എഴുതാം. എന്ത്? പ്രൈമറി അക്സെപ്റ്റർ gives its electron not to an electron carrier but to a hydrogen carrier. അപ്പൊ എന്ത് പറ്റും? along with transporting electrons ഒരു എച്ച് പ്ലസ് നമ്മുടെ സ്ട്രോമയിൽ എടുക്കുന്നു, സ്ട്രോമയിൽ എടുത്ത് ലൂമനിൽ കൊണ്ടുവരുന്നു. അപ്പൊ അഗെയിൻ എന്ത് പറ്റി? ഇതേ പ്രോസസ് നടക്കാണ്. അതായത് accumulation of H plus in lumen. അപ്പോ സെക്കൻഡ് റീസൺ ആയി എങ്ങനെ ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെയാണ് ക്രിയേറ്റഡ് ആവുന്നത് എന്നുള്ള രീതിയിൽ. ഇനി തേർഡ് ആൻഡ് ലാസ്റ്റ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത്? ബേസിക്കലി ATPയും NADPHും ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ Z സ്കീമിൽ നമ്മൾ ലാസ്റ്റ് കണ്ട എന്താ? NADP ആണ് ബീങ് ദി ഫൈനൽ മോസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റ്. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു, H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഫൈനലി NADPH ആവുന്നു. അപ്പോ ഈ NADP പ്ലസ് ഇലക്ട്രോണിനെ എച്ച് പ്ലസിനൊക്കെ റിയാക്ട് അക്സെപ്റ്റ് ചെയ്ത് NADPH ആയി അസിമിലേറ്ററി പവർ സിന്തസൈസ് ചെയ്യണമെങ്കിൽ അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് NADP റിഡക്ടേസ്. ആൻഡ് ഈ NADP റിഡക്ടേസ് എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്കറിയാം നോൺ അപ്രസ്ഡ് റീജിയൻസിലാണ് NADP റിഡക്ടേസ് കാണുന്നത്. ലൈക്ക് ലൊക്കേഷൻ ഓൺ ദി സ്ട്രോമ സൈഡ് ഓഫ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിന്റെ സ്ട്രോമ സൈഡിലാണ് നമുക്ക് NADP റിഡക്ടേസ് എൻസൈമിനെ കിട്ടുന്നത്. അപ്പൊ NADP റിഡക്ടേസ് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ബേസിക്കലി നടക്കുന്നത്? NADP പ്ലസ് എന്ത് ചെയ്തു? ഫൈനലി NADPHും. ഇതാണ് നമ്മുടെ മെയിൻ അസിമിലേറ്ററി പവർ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ ഓഫ് ഫൈനൽ പ്രോഡക്റ്റ് എന്താ ഉണ്ടാവേണ്ടതെന്നുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ NADPHും H പ്ലസും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ റിയാക്ഷന് ഇലക്ട്രോൺ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിന്റെ കൂടെ എന്തും കൂടി ആവശ്യമുണ്ട്? പ്രോട്ടോൺ ഇസ് ഓൾസോ റിക്വയർഡ്. എന്നാലല്ലേ NADPനെ NADPH പ്ലസ് H പ്ലസ് ആക്കാൻ പറ്റൂ. അപ്പോ ഈ പ്രോട്ടോൺ ഈ എൻസൈം എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫ്രം സ്ട്രോമ. അപ്പൊ അഗെയിൻ എന്ത് സംഭവിക്കുകയാണ്? സ്ട്രോമയിൽ നിന്ന് H പ്ലസ് പിന്നെയും മോഷ്ടിച്ചെടുത്തോണ്ടെന്ന് ലൂമനിൽ കൊണ്ടിടാണ്. അഗെയിൻ വിച്ച് റിസൾട്ട്സ് ഇൻ ഇതേ സാധനം accumulation of H plus in lumen. അപ്പൊ അഗെയിൻ മൂന്ന് മെയിൻ റീസൺസ് ബൈ വിച്ച് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇസ് സെറ്റ് ഇൻ ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ചോദിച്ചാല് ഇതാണ്. ഫസ്റ്റ് തിങ്, വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നടന്നു. പിന്നെ പ്രൈമറി അക്സെപ്റ്റർ കൊടുക്കുന്ന ഇലക്ട്രോൺ കാരിയറിനല്ല എച്ച് കാരിയർ ആയിട്ടുള്ള പ്ലാസ്റ്റോക്വിനോൺ ആണെന്നുള്ളത്. അങ്ങനെ അക്യുമുലേഷൻ നടന്നു. ഫസ്റ്റിൽ ഓൾറെഡി അക്യുമുലേഷൻ നടന്നു, സെക്കൻഡിൽ ഇപ്പൊ അക്യുമുലേഷൻ നടന്നു, തേർഡ് NADP റിഡക്ടേസ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ NADPH ആണ് ഫൈനൽ അസിമിലേറ്ററി പവർ. അത് ഉണ്ടാക്കണമെങ്കിൽ അടുത്ത H പ്ലസ് സ്ട്രോമയിൽ എടുത്ത് നമ്മുടെ ലൂമനിൽ കൊണ്ടുവരേണ്ടി വരും. ഇതും റിസൾട്ട്സ് ഇൻ അക്യുമുലേഷൻ ഓഫ് H പ്ലസ് ഇൻ ലൂമൻ. അപ്പോ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെന്ന് കിട്ടി? H പ്ലസ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഓൾറെഡി സെറ്റ് ആയി. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് എങ്ങനെ എനർജി ഉണ്ടാക്കാം ആൻഡ് നെക്സ്റ്റ് ഡാർക്ക് റിയാക്ഷനിലേക്ക് കടക്കുക എന്നുള്ളത്. അപ്പോ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എങ്ങനെ? ഇപ്പൊ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് H പ്ലസ് ഗ്രേഡിയന്റ് എങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്
എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇനി ഈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസിൽ നമുക്കറിയാം എങ്ങനെ നമ്മുടെ ഓൾറെഡി പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റായി. ഇത് ജസ്റ്റ് ബ്രേക്ക് ചെയ്യുക. ആൻഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മെയിൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എന്താണ്? ATP സിന്തേസ്. ഇതെന്താണ്? ഇത് ആക്ച്വലി ഒരു പ്രോട്ടീൻ ആണ്, ഒരു എൻസൈം ആണ്. ആൻഡ് ഈ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെല്ല് ഇതാന്ന് എടുക്കുക. ഇത് സെല്ലല്ല, നമ്മുടെ തൈലക്കോയിഡ് ഇതാന്ന് എടുത്താൽ ഉള്ളിൽ ലൂമൻ ഉണ്ട്, പുറത്ത് ക്ലോറോപ്ലാസ്റ്റിന്റെ പുറത്ത് എങ്ങനെയാണ്? സ്ട്രോമ ഉണ്ട്. അപ്പൊ ഇത്രയും നേരം കൊണ്ട് നമുക്കറിയാം സ്ട്രോമയിൽ H+ കുറഞ്ഞു വരാണ്. കാരണം എന്താ? 3 റീസൺസ് പറഞ്ഞു. ഇത്തരം റീസൺസ് കാരണം H+ ഉള്ളിലോട്ട് ലൂമനിലേക്ക് കൂടി വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ H+ മോർ ഇൻ ലൂമൻ. ഇനി ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ കൂടിയ H+ കുറഞ്ഞ H+ലേക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പോകണം. അപ്പൊ ഈ പോകുന്നത് ഒരു ചാനലിൽ കൂടിയാണ്. ഈ ചാനലാണ് എന്ത്? ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈം. ഈ ATP സിന്തേസിൽ ആക്ച്വലി 2 സാധനങ്ങളുണ്ട്. 2 സ്ട്രക്ചർ വൈസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 2 പാർട്സ് ഉണ്ട്. അതായത് 1 പാർട്ട് വിച്ച് ഇസ് CF0. CF0 എന്ന് പറയുന്ന പാർട്ട് എവിടെയാണ്? നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനിൽ എംബെഡഡ് ആയിട്ടുള്ള ഒരു പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താണ്? അത് പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഇനി ഇതിന്റെ നടക്കുന്ന എന്താന്ന് വെച്ചാല് കെമി ഓസ്മോട്ടിക് തിയറിയിൽ നമ്മുടെ H+ കൂടിയെടുത്തുനിന്ന് പുറകിലേക്ക് പോവാണ് ഫൈനൽ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്കറിയാം ആദ്യം H+ എങ്ങനെയാണ്? നമ്മൾ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞ എന്താ? സ്ട്രോമയിൽ നിന്ന് എങ്ങനെയോ H+ ലൂമനിലേക്ക് എത്തി. പക്ഷെ ഈ ലൂമനിലേക്ക് എത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് ഉള്ളിലോട്ട് എത്താൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തുള്ള ഈ മെംബ്രെയിനിലുള്ള പ്രോട്ടോൺ പമ്പ്സ് കാരണമാണ്. പ്രോട്ടോൺ പമ്പ്സ്, പേര് പോലെ തന്നെ പമ്പ് എന്ന് പറഞ്ഞാൽ അതിന് എനർജി റിക്വയർഡ് ആണ്. എനർജീസ് യൂസ്ഡ് ടു പമ്പ് പ്രോട്ടോൺസ് അക്രോസ് ദി മെംബ്രെയിൻ. അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്ത്? ഒരു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺ വിത്തിൻ ദി തൈലക്കോയിഡ് ലൂമൻ. ഇനി ഈ ATP സിന്തേസ് എന്ന് പറഞ്ഞ ചാനൽ എന്ത് ചെയ്തു? ആദ്യം പ്രോട്ടോൺ പമ്പ് വഴി ഡയറക്ട്ലി മെംബ്രെയിൻ വഴി ഉള്ളിലോട്ട് വന്നു. ഇനി ഉള്ളിലുള്ള സാധനം പുറത്തോട്ട് പോകണമെങ്കിൽ ഈ ATP സിന്തേസിന് ഒരു ചാനൽ ഉണ്ട്. ഈ ചാനൽ വഴി ഡിഫ്യൂഷൻ നടക്കും. ആരുടെ? പ്രോട്ടോൺസിന്റെ ഡിഫ്യൂഷൻ നടക്കും. ഇനി ഡിഫ്യൂഷൻ നടന്ന് ഫൈനലി എങ്ങോട്ട് എത്തും? അതായത് നമ്മുടെ പുറത്തുള്ള സ്ട്രോമയിലേക്ക് എത്തുന്നു. ഇനി ഈ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ സം എനർജി ഇസ് റിലീസ്ഡ്. കാരണം എന്താ? ഉള്ളിലോട്ട് വന്ന പമ്പ് വഴിയാണ്, ബൈ കൺസ്യൂമിങ് എനർജി. അപ്പൊ ആ കൺസ്യൂം ചെയ്ത എനർജി എന്തായാലും എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണം. അപ്പൊ ഇത് ഡിഫ്യൂഷൻ വഴി H+ പുറത്തെത്തി. ആൻഡ് എക്സസ് ഉള്ള എനർജി ഇറ്റ് ഇസ് ആക്ച്വലി റിലീസ്ഡ്. ആൻഡ് ഈ എനർജി റിലീസ് ചെയ്യുന്നത് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു? നമ്മുടെ ATP സിന്തേസിന്റെ സ്ട്രക്ചറിലെ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനി ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം ആക്ടിവേറ്റ് ചെയ്താൽ നമുക്കറിയാം എങ്ങനെ? ഫോസ്ഫോറൈലേഷൻ നടക്കുന്നു ആൻഡ് ഫൈനലി ഫോർമേഷൻ ഓഫ് ATP നടക്കുന്നു. ഇങ്ങനെയാണ് ഫൈനലി ATP നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് ലൈറ്റ് റിയാക്ഷന്റെ എൻഡ് വരെ എടുത്തു നോക്കിയാൽ ആക്ച്വലി നടക്കുന്ന സാധനങ്ങൾ. ഇനി ഈ ഉണ്ടായി വരുന്ന NADPH ബൈ ദി മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസും ATP ബൈ ദിസ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഫൈനലി നമ്മുടെ ഡാർക്ക് റിയാക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എങ്ങനെയാണ് ഈ ഉണ്ടായി വരുന്ന ATPയും NADPHും എങ്ങനെയാണ് ഫൈനലി റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് ഇത്രയും കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ 9th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തോണ്ട് അതില് പെപ്പിന്റെ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഇനി പെപ്പ് അറിയണമെങ്കിൽ നമുക്ക് ലൈറ്റ് റിയാക്ഷൻ ഓൾറെഡി അറിയാം, എന്തൊക്കെയാണ് ഇതുവരെ നടന്നതെന്ന് അറിയാം. ഇനി ഈ ATP NADPHും നമുക്ക് ഓൾറെഡി കിട്ടി. അത് വെച്ച് നമ്മൾ ഡാർക്ക് റിയാക്ഷൻ തുടങ്ങാൻ പോവാണ്. ഇനി ഡാർക്ക് റിയാക്ഷൻ ആണ് ആര് വരുന്നത്? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റും ഈ ക്വസ്റ്റ്യന്റെ റെലവൻസ് ആക്ച്വലി വരുന്നത്. അപ്പോ ഡാർക്ക് റിയാക്ഷനിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ. ഇനി എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, സൈക്കിളൊക്കെ ആക്ച്വലി എലാബറേറ്റ് ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ സമ്മറി അല്ലെങ്കിൽ മെയിൻ പോയിന്റ്സ് മാത്രം, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഈ ക്വസ്റ്റ്യനിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നു. അപ്പൊ C3 സൈക്കിൾ മെൽവിൻ കാൽവിൻ ആണ് ഡിസ്കവർ ചെയ്തത്. യൂണിസെല്ലുലാർ ആൽഗയായ ക്ലോറല്ലയിൽ ഡിസ്കവർ ചെയ്ത സൈക്കിളാണ്. സൈറ്റ് സ്ട്രോമയിലാണ് നടക്കുന്നത്. നമ്മുടെ ഏത് റിയാക്ഷൻ? ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സിന്തസിസ്. ഇനി സ്ട്രോമയിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ വഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ എൻസൈം ആണ്
റുബിസ്കോ വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ബയോസ്ഫിയർ. ഇനി നമുക്കറിയാം റുബിസ്കോ എന്താണ്, ബൈ ഫങ്ഷണൽ ആണ്, അതിന് കാർബോക്സിലേസ് ആക്ടിവിറ്റി ഉണ്ട്, ഓക്സിജനേസ് ആക്ടിവിറ്റി ഉണ്ട്. പക്ഷെ C3 സൈക്കിളിൽ നമ്മൾ റിലവന്റ് ആയിട്ട് പഠിക്കുന്നത് കാർബോക്സിലേസ് ആക്ടിവിറ്റി ഓഫ് റുബിസ്കോ ആണ്. ഓക്സിജനേസ് ആക്ടിവിറ്റി ഇസ് റിലവന്റ് ഇൻ കേസ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ. അത് കംപ്ലീറ്റ്ലി വേറെ ടോപ്പിക് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി കാൽവിൻ സൈക്കിൾ കഴിഞ്ഞു, അതായത് C3 സൈക്കിൾ കഴിഞ്ഞു. ആൻഡ് C3 സൈക്കിളില് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു സൈക്കിളില് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അബ്സോർബ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എന്തുണ്ടാക്കാനാണ്, ഗ്ലൂക്കോസ് ഉണ്ടാക്കാന്നുള്ളതാ. ഗ്ലൂക്കോസ് നമുക്കറിയാം C6H12O6 ആയതുകൊണ്ട് 6 കാർബൺ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്താൽ നമുക്ക് 6 കാർബൺ, അതായത് ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പറ്റില്ലോ. അപ്പോ 6 സൈക്കിൾസ് ആക്ച്വലി റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് ടു സിന്തസൈസ് 1 molecule ഓഫ് ഗ്ലൂക്കോസ്. ഇനി C3 സൈക്കിൾ നമ്മൾ ഫുൾ കണ്ടതാണ്. എങ്ങനെ CO2 RUBP ആദ്യം കാർബോക്സിലേഷൻ നടക്കുന്നു, അത് കഴിഞ്ഞ് റിഡക്ഷൻ നടക്കുന്നു, അത് കഴിഞ്ഞ് ചെറിയൊരു സിന്തസിസ് ഫേസ്, റിവേഴ്സ് ഗ്ലൈക്കോളിസിസ് നടന്ന് ഫൈനലി ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഒരു സൈഡിൽ കൂടി ബാക്കിയുള്ള ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് പോയി എന്ത് ചെയ്തു, റീജനറേറ്റ് ചെയ്യാണ് നമ്മുടെ ഓൾറെഡി യൂട്ടിലൈസ് ചെയ്ത RUBP. ആൻഡ് C3 സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റും ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം, C3 സൈക്കിൾ ആണ്. അപ്പൊ 3-phosphoglyceric ആസിഡ് ആണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് C3 സൈക്കിൾ. ഇനി കാൽവിൻ സൈക്കിളിന്റെ ഇതാണ് കാൽവിൻ സൈക്കിൾ നടക്കുന്നതെങ്കിൽ ഇതിൽ ഇൻപുട്ട് ആയിട്ട് എന്തൊക്കെ വന്നിരുന്നു നമുക്കറിയാം. ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ 6 CO2 വന്നിരുന്നു, ആൻഡ് ഫൈനലി 18 ATP വന്നിരുന്നു, ആൻഡ് 12 NADPH വന്നിരുന്നു. ഇനി ഔട്ട്പുട്ട് ആയിട്ട് കാൽവിൻ സൈക്കിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, മെയിൻ തിങ് ഒരു ഗ്ലൂക്കോസ് കിട്ടി, 18 ADP കിട്ടി, ആൻഡ് 12 NADP കിട്ടി. ഇത് എങ്ങനെയാണ് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനി ഇത് C3 സൈക്കിൾ. C3 സൈക്കിൾ കഴിഞ്ഞ് നമ്മൾ ചില സ്പെഷ്യൽ പ്ലാന്റ്സിനെ പറ്റി പഠിച്ചിരുന്നു. C4 പ്ലാന്റ്സിൽ ഏത് പാത്വേ, C4 പാത്വേ നടക്കുന്നത്. C4 പാത്വേയിലാണ് പെപ്പിന്റെ കേസ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ റിലവന്റ് ആവുന്നത്. അപ്പൊ C4 പ്ലാന്റ്സിന് എങ്ങനെയാണ്, അവർ കൂടുതലും ഡ്രൈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അവർക്ക് ചില സ്പെഷ്യൽ അബിലിറ്റീസ് ഉണ്ട്. C4 പ്ലാന്റ്സ് ആർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് തന്നെ NCERT മെയിൻ സെന്റൻസ് ആയിട്ട് ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ ഇവർ സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാരണം അവർക്കൊരു സ്പെഷ്യൽ ലീഫ് അനാറ്റമി ഉണ്ട്, ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അനാറ്റമി ഉണ്ട്. ആൻഡ് അവർക്ക് എന്താണ് പ്രത്യേകത, അവർക്ക് ഹയർ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിലും അവർ ഫോട്ടോ ഓക്സിഡൈസും ഫോട്ടോ റെസ്പിറേഷനും ഒന്നും നടക്കാത്തതുകൊണ്ട് ഹൈ പ്രൊഡക്ടിവിറ്റി ആണ്. അപ്പോൾ അവർക്ക് ഹൈ പ്രൊഡക്ടിവിറ്റി ആണ്, അതൊന്നാമത്തെ പോയിന്റ്. ആൻഡ് ദേ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി. ഇനി ഇതിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത്, ക്രാൻസ് അനാറ്റമി കാരണം അവർക്ക് സ്പെഷ്യൽ അനാറ്റമി ഉണ്ട്. അതിൽ ബണ്ടിൽ ഷീറ്റ് സെൽസും അവർക്ക് കാണാൻ പറ്റും, മീസോഫിൽ സെൽസും കാണാൻ പറ്റും. ആൻഡ് ഈ ബണ്ടിൽ ഷീറ്റിലും മീസോഫിൽ സെൽസിലും എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എന്തൊക്കെയാണ്, ഫസ്റ്റ് നമ്മുടെ മീസോഫിൽ സെൽസ് എടുത്ത് നോക്കാണ്. അതിന്റെ തൊട്ടടുത്ത് ഒരു ബണ്ടിൽ ഷീറ്റ്, ഇത് മീസോഫിൽ സെൽ, ഇത് ബണ്ടിൽ ഷീറ്റ് സെൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് MCQ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബണ്ടിൽ ഷീറ്റ് സെൽസിലെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. എങ്ങനെയാണ്, the bundle sheet cells are rich in rubisco but they lack pepcase. കാരണം എന്താ, pepcase ആണ് C4 പ്ലാന്റ്സിന്റെ C4 സൈക്കിൾ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന എൻസൈം. അപ്പോ C4 സൈക്കിൾ നടക്കുന്നത് എങ്ങനെയാണ്, നോ C4 സൈക്കിൾ ഇൻ ബണ്ടിൽ ഷീറ്റ് സെൽസ്. അപ്പൊ C4 സൈക്കിൾ ഏതിലേ നടക്കുള്ളൂ, നമ്മുടെ മീസോഫിൽ സെൽസിലെ നടക്കുള്ളൂ. ഇനി നമുക്ക് ആ ഹോൾ റിയാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ CO2 എടുക്കുന്നു, ആൻഡ് CO2 ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഇൻ ദി പ്രസൻസ് ഓഫ് പെപ്കേസ് ആ എൻസൈമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓക്സാലോ അസിറ്റിക് ആസിഡ് വെച്ച് 4 കാർബൺ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ C4 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഓക്സാലോ അസിറ്റിക് ആസിഡ് പല 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 സ്റ്റെപ്സ് വഴി എന്തുണ്ടാവുന്നു, മാലിക് ആസിഡ് ആവുന്നു, പതുക്കെ പൈറുവിക് ആസിഡ് ആവുന്നു. ആൻഡ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 4 കാർബൺ കമ്പൗണ്ട് reaches the bundle sheet cells, and inside the bundle sheet cells it is converted into a 3 carbon compound. അത് ആക്ച്വലി പൈറുവിക് ആസിഡ് ആണ്. നമ്മൾ സ്റ്റെപ്സിൽ ഓൾറെഡി പഠിച്ചാണ്, ഒരു വീഡിയോയിൽ ഓൾറെഡി പഠിച്ചാണ്, ചാപ്റ്റർ വൈസ് എടുത്തപ്പോൾ. ഇനി 3 കാർബൺ ആയതുകൊണ്ട് ഒരു കാർബൺ എവിടെ പോയി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ആ ഒരു കാർബൺ
CO2 ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് ഇൻസൈഡ് ദി ബണ്ടിൽ ഷീറ്റ് സെൽസ്. ഇനി CO2 ആയിട്ട് റിലീസ് ചെയ്തു 3 കാർബൺ കമ്പൗണ്ട്. ഇനി എന്ത് ചെയ്തു? ഇനിയും തിരിച്ച് എങ്ങോട്ട് തന്നെ പോവാണ്? നമ്മുടെ മീസോഫിൽ സെൽസിൽ പോയിട്ട് ഫൈനലി എന്തെന്നെ ആവാണ്? സൈക്കിൾ ആയിട്ട് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് റീജനറേറ്റ് ചെയ്ത് വരികയാണ്. ആൻഡ് ഈ പ്രോസസ്സിന് ഉള്ളിൽ കൂടി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ATP. ഈ ലാസ്റ്റ് സ്റ്റെപ്പില് 2 ATPനെ 2 ADP ആയിട്ടും ഒരു 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ടും കൺവേർട്ടഡ് ആവുന്നുണ്ട്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? C4 സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോ C4 സൈക്കിളില് ഒരു CO2 റിലീസ് ആവുന്നുണ്ട്. അപ്പോ ഒരു CO2 റിലീസ് ആവുന്നതുകൊണ്ട് ഈ CO2 പോയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിള് അണ്ടർഗോ ചെയ്യാൻ പോവാണ്. പക്ഷെ നമുക്കറിയാം C3 സൈക്കിൾ അണ്ടർഗോ ചെയ്യാൻ C4 പ്ലാന്റ്സിൽ എങ്ങനെയാണ്? ബണ്ടിൽ ഷീറ്റ് സെൽസിൽ റുബിസ്കോ റിച്ച് ആയതുകൊണ്ട് ബണ്ടിൽ ഷീറ്റ് സെൽസിൽ തന്നെ C3 സൈക്കിൾ നടക്കുന്നതാണ്. പക്ഷെ ഇതേ ബണ്ടിൽ ഷീറ്റ് C3 പ്ലാന്റ്സിൽ ആബ്സെന്റ് ആണ്. കാരണം എന്താ? ബണ്ടിൽ ഷീറ്റ് present in the Kranz anatomy, special anatomy in C4 plants only. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് C4 സൈക്കിളിനെ കുറിച്ച് പറയാൻ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? PEP is primary CO2 acceptor in ഏതാണ്? C4 plants ഉണ്ട്, C3 plants ഉണ്ട്, C2 plants ഉണ്ട്, ആൻഡ് ഫൈനൽ എന്താണ്? ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് C3 ആൻഡ് C4 plants ആണ്. അപ്പോൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് നമുക്കറിയാം PEP പ്രൈമറി അക്സെപ്റ്റർ ആയിട്ട് വരുന്നത് ഏതിനാണ്? C4 പ്ലാന്റ്സിൽ ആണ്. ആൻഡ് C3 പ്ലാന്റ്സിൽ പ്രൈമറി അക്സെപ്റ്റർ ആരാണ്? RUBP ആണ്. ആൻഡ് റുബിസ്കോ എൻസൈം വെച്ചാണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നത്. C2 പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷനിൽ PEP എങ്ങനെയാണ്? പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് അവിടെ? RUBP ഡയറക്ട്ലി എങ്ങോട്ടേക്ക്? റുബിസ്കോ ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ടാണ് C2 പ്ലാന്റ്സിന് മറ്റേ കാര്യങ്ങൾ നടക്കുന്നത്, ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പൊ ഇതിന് ആൻസർ എന്താണ്? കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ A, C4 പ്ലാന്റ്സ്. നമുക്കറിയാം ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് PEP എന്ന് പറയുന്ന ഒരു 3 കാർബൺ കമ്പൗണ്ട് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ദ പ്രൈമറി അക്സെപ്റ്റർ ഇൻ ദി മീസോഫിൽ സെൽസ് ഓഫ് C4 പ്ലാന്റ്സ്. ആൻഡ് ഫൈനലി അത് ഓക്സാലോ അസിറ്റിക് ആസിഡ് ഉണ്ടാക്കുന്നു, which is a C4 acid, which is why the whole cycle is called C4 cycle, because the first stable product is oxaloacetic acid, 4 carbon containing. ഇനി എൻസൈം PEP കാർബോക്സിലേസ് അല്ലെങ്കിൽ പെപ് കേസ് വന്ന് ബാക്കിയുള്ള റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നു. ഇനി എന്തുകൊണ്ടാണ് RUBP അല്ലാത്തത് എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു 5 കാർബൺ ആണ്. RUBP പ്രൈമറി CO2 അക്സെപ്റ്റർ C3 പ്ലാന്റ്സ് ആണ്. അപ്പൊ C3 പ്ലാന്റ്സ് ഇതിന്റെ ആൻസർ ആയിട്ട് വരില്ല. ഇനി എൻസൈം RUBP കാർബോക്സിലേസ് ഓക്സിനേസ് റുബിസ്കോ വന്ന് ബാക്കിയുള്ള C3 പ്ലാന്റ്സിന് C3 സൈക്കിൾ റെഗുലേറ്റ് ചെയ്യും. ഇനി C2 സൈക്കിൾ വിച്ച് ഇസ് ഫോട്ടോ റെസ്പിറേഷൻ, അത് ലൈറ്റ് ഡിപെൻഡന്റ് ഓക്സിജൻ അപ്ടേക്ക് ആണ് ആൻഡ് CO2 റിലീസ് ചെയ്യാണ്. ഒരു ഫംഗ്ഷനലി ഒരു യൂട്ടിലൈസേഷനോ യൂസോ ഇല്ലാത്തൊരു പ്രോസസ് ആണ്. ജസ്റ്റ് ഒരു ഡ്രെയിനിങ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഗുണമുള്ള ഒരു പ്രോഡക്ട്സും ഉണ്ടാവുന്നില്ല. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ CO2 ഇസ് ആക്ച്വലി റിലീസ്ഡ്. അതായത് ഫിക്സ്ഡ് കാർബൺ, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച കാർബൺ ഇസ് റിലീസ്ഡ് അല്ലെങ്കിൽ ലോസ് നടക്കാണ് ഇൻ ദ ഫോം ഓഫ് CO2 ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. അതുകൊണ്ട് അതിനൊരു വേസ്റ്റ്ഫുൾ സൈക്കിൾ നമ്മൾ വിളിക്കും. നൈദർ ATP is produced അല്ലെങ്കിൽ NADPH പ്രൊഡ്യൂസ്ഡ് ആവുന്നില്ല, ആൻഡ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച കാർബൺ ഇസ് ലോസ്റ്റ് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ഈ പ്രോസസ് ഡസ് നോട്ട് അക്കർ ഇൻ C4 പ്ലാന്റ്സ്. കാരണം എന്താ? C4 പ്ലാന്റ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോട്ടോ റെസ്പിറേഷൻ എപ്പോഴാണ് നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ കുറയുമ്പോൾ ഇറ്റ് കമ്പീറ്റ്സ് വിത്ത് ഓക്സിജൻ. അപ്പൊ കമ്പാരിറ്റീവ്ലി ഓക്സിജൻ എമൗണ്ട് കൂടുതലാണെങ്കിൽ RUBP റുബിസ്കോ ഒരു ബൈ ഫങ്ഷണൽ എൻസൈം ആയതുകൊണ്ട് റുബിസ്കോ ബൈൻഡ്സ് വിത്ത് ഓക്സിജൻ. അപ്പോ C4 പ്ലാന്റ്സിൽ ഇത് നടക്കാത്തതിന് കാരണം ഓൾറെഡി സൈക്കിൾ ഞാൻ പറഞ്ഞു. ഈ പ്രോസസ് C4 സൈക്കിൾ നടക്കുമ്പോൾ ഇവിടെ ഓൾറെഡി CO2 ഇസ് ബീങ് റിലീസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി സൈക്കിൾ. അപ്പൊ ഇത് റിലീസ്ഡ് ആവുമ്പോൾ ഈ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ എങ്ങനെയാണ്? ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് റുബിസ്കോ ഉള്ളത്. ഈ റുബിസ്കോ ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ എൻ എൻവയൺമെന്റ് വിച്ച് ഇസ് റിച്ച് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഫോട്ടോ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു വേസ്റ്റ്ഫുൾ സൈക്കിൾ നടത്തേണ്ട ആവശ്യം നമ്മുടെ C4 പ്ലാന്റ്സിന് ഇല്ല. അതുകൊണ്ട് കൂടിയാണ് ഹയർ പ്രൊഡക്ടിവിറ്റി നമ്മൾ C4 പ്ലാന്റ്സിൽ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഫോട്ടോ റെസ്പിറേഷൻ അല്ല എന്നുള്ളത് ഇവിടെ ആക്ച്വലി പറഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഇസ് ദ പ്രൈമറി CO2 അക്സെപ്റ്റർ ഇൻ C4 പ്ലാന്റ്സ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A, C4 പ്ലാന്റ്സ്. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ splitting of water is associated with option A, photosystem, option B, lumen of thylakoid 1 and 2, option D, inner surface of thylakoid membrane. അപ്പോൾ നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആക്ച്വലി നടക്കുന്നത് എവിടെയാണ്? PS2 അനുബന്ധിച്ചാണ് നമ്മുടെ ഇവിടെ
PS2 നമ്മൾ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് ആണത്. ആൻഡ് അതിന്റെ എൻഡിൽ എന്തുണ്ടാവുന്നു? ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു അലോങ് വിത്ത് വാട്ടർ സ്പ്ലിറ്റിംഗ്. അപ്പൊ ഇത്രയും നടക്കുന്നത് ഏതിലാണ്? PS2 സംബന്ധിച്ചാണ്, PS1 സംബന്ധിച്ചല്ല. ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇപ്പൊ അറിഞ്ഞിരിക്കാം. അപ്പോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിസ്റ്റം 1 എന്ന് പറയുന്നത് തെറ്റാണ്. ഫോട്ടോസിസ്റ്റം 2 ആയിരുന്നെങ്കിൽ ഇത് പിന്നെയും കറക്റ്റ് ആയിരുന്നു. ഇനി ഓപ്ഷൻ ബി പറയുന്നത് എന്താ? ലൂമൻ ഓഫ് തൈലക്കോയിഡിലാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നതെന്നാണ്. ഓൾറെഡി വാട്ടർ സ്പ്ലിറ്റിംഗ് ഞാനിവിടെ പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത്? ഇത് ലൂമൻ ഓഫ് തൈലക്കോയിഡ് അല്ല നടക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്നർ സർഫസ് ഓഫ് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇന്നർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. അതൊരു മെംബ്രെയിൻ റിലേറ്റഡ് റിയാക്ഷൻ ആണ്, ലൂമൻ റിലേറ്റഡ് അല്ല. അപ്പൊ അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി ഓപ്ഷൻ സി പറഞ്ഞത് ബോത്ത് ഫോട്ടോസിസ്റ്റം 1 and 2 എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം ഓൺലി 2 ആണെങ്കിൽ ഈ ഓപ്ഷൻ ശരിയാണ്. ബോത്ത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫോട്ടോസിസ്റ്റം 1 ഒരു ഇൻവോൾവ്മെന്റും സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആയിട്ട് ഇല്ല. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് ഇന്നർ സർഫസ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ, വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എവിടെയാണ് നടക്കുന്നത്? തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഇന്നർ സർഫസിലാണ് നടക്കുന്നത്. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് തൈലക്കോയിഡ് എന്താണ് നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് നടക്കുന്ന മെയിൻ യൂണിറ്റ് ആണ്, വിച്ച് ഇസ് ലൈക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോയിൻ പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് തൈലക്കോയിഡ് ഉള്ളത്. അതൊരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. തൈലക്കോയിഡിന് മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് മെംബ്രെയിനിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രസന്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്ത്? PS1 ഫോട്ടോസിസ്റ്റം 1 എവിടെയാണ് പ്രസന്റ്? ഇറ്റ് ഈസ് ഓൺലി സീൻ ഇൻ ദി നോൺ അപ്രസ്ഡ് പാർട്ട് ഓഫ് തൈലക്കോയിഡ് അല്ലെങ്കിൽ ഗ്രാന. നോൺ അപ്രസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പാർട്ടിൽ, അതായത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ ഈ സറൗണ്ടഡ് ബൈ സ്ട്രോമ ഉള്ള റീജിയൻ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? നോൺ അപ്രസ്ഡ് പാർട്ട്. ഈ നോൺ അപ്രസ്ഡ് പാർട്ടിലാണ് PS1 ഉള്ളത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ അപ്രസ്ഡ് പാർട്ടിലാണ് PS2 ഉള്ളത്. ആൻഡ് ഇതിന്റെ അസോസിയേഷൻ നമ്മൾ കണ്ടിരുന്നു. PS1 PS2 നോക്കിയപ്പോ എന്ത്? PS1 നോൺ അപ്രസ്ഡ് ആണ്, PS2 അപ്രസ്ഡ് പാർട്ടിലാണ്. ആൻഡ് അലോങ് വിത്ത് ദിസ് NADP റിഡക്ടേസ് എവിടെയാണുള്ളത്? NADP റിഡക്ടേസ് ഇസ് റിലേറ്റഡ് വിത്ത് ദ മെംബ്രെയിൻ അല്ലെങ്കിൽ സർഫസ് ഔട്ടർ സർഫസ് ഓഫ് മെംബ്രെയിനിലാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ വാട്ടർ സ്പ്ലിറ്റിംഗ് യൂണിറ്റ് എവിടെയാണ് കണ്ടത്? ഇതേപോലെ ഇന്നർ സർഫസ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ്. മെംബ്രെയിൻ ആയതുകൊണ്ട് അവിടെ എങ്ങനെ ഫോട്ടോസിസ്റ്റം 1 2 എംബെഡഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് PS2 and which occurs also in the presence of manganese and chloride ions on the inner surface of thylakoid membrane. ഇതാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്. ആൻഡ് ഫോട്ടോസിസ്റ്റം 1 and 2 are associated with light reactions. പക്ഷെ വാട്ടർ സ്പ്ലിറ്റിംഗ് is only associated with photosystem 2. അപ്പൊ 10th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി. ഇനി 11th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ലൈറ്റ് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈറ്റ് റിയാക്ഷന് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്ന കറക്റ്റ് പാത്ത് വേ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കാനാണ്. ഫാക്ട് പോലെ പഠിച്ചു വെച്ചാൽ അത് ഈസി ആയിട്ട് നമുക്ക് തലയിൽ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാ? PS2 പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോംസ്, PS1 ഫെറിഡോക്സിൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസിൽ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ എങ്ങനെയാണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കണ്ടപ്പോൾ നമ്മൾ നോൺ സൈക്ലിക് ഫോസ്ഫോ റിലേഷൻ എടുത്ത് നോക്കിയപ്പോൾ അവിടെ എന്താണ് നടന്നത്? ആ നോൺ സൈക്ലിക് പ്രോസസ്സിൽ ഫോട്ടോസിസ്റ്റം 2 ഉണ്ടായിരുന്നു. അവിടെ ലൈറ്റ് വന്ന് പതിക്കുന്നു. ആൻഡ് ഫോട്ടോസിസ്റ്റം 2 നിന്ന് ഫിയോഫൈറ്റിലേക്ക് പോകുന്നു. അവിടുന്ന് പ്ലാസ്റ്റോക്വിനോൺ പോകുന്നു, സൈറ്റോക്രോം B6F പോകുന്നു, പ്ലാസ്റ്റോസൈനിൻ പോകുന്നു. ഫൈനലി PS1 എത്താണ്, വിച്ച് ഇസ് P700. അവിടുന്ന് അഗെയിൻ അടുത്ത മോളിക്യൂളിലേക്ക് പോയി ഫൈനലി FES പോയി, FD പോയി, FNR പോയി, ഫൈനലി NADP പ്ലസ് ആ ഇലക്ട്രോൺസിനെയും H+നെ സ്ട്രോമേനും എടുത്ത് റിയാക്ട് ചെയ്ത് ഫൈനലി NADPH ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം PS2 പറയണം. ഇനി PS2 കഴിഞ്ഞ് ഇത് എങ്ങോട്ടാണ് പോയത്? ഫിയോഫൈറ്റിൻ നമുക്ക് പറയാം, പക്ഷെ ഫിയോഫൈറ്റിൻ ഓപ്ഷനിൽ ഇല്ല. ഫിയോഫൈറ്റിൻ കഴിഞ്ഞ് പ്രൈമറി അക്സെപ്റ്റർ ഒരു ഹൈഡ്രജൻ കാരിയറിനാണ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു റീസൺസ് ഫോർ സെറ്റിംഗ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ആ ഹൈഡ്രജൻ കാരിയർ എന്ന് പറയുന്നത് ഏതാണ്? പ്ലാസ്റ്റോക്വിനോൺ. ഇനി പ്ലാസ്റ്റോക്വിനോൺ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ PS2 കഴിഞ്ഞ് ഡയറക്ട്ലി പ്ലാസ്റ്റോക്വിനോൺ വന്നു. ഇനി പ്ലാസ്റ്റോക്വിനോൺ വന്നിട്ട് അടുത്ത കൊടുക്കുന്നത് സൈറ്റോക്രോം B6F ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈറ്റോക്രോംസ് എന്ന് പറയാൻ പറ്റും. സൈറ്റോക്രോംസ് എന്ന ഓപ്ഷൻ വന്നു. അത് കഴിഞ്ഞ് സൈറ്റോക്രോംസ് പ്ലാസ്റ്റോസൈനിൻ കൊടുക്കുന്നു, വിച്ച് ഇസ് നോട്ട് ഇൻ ദി ഓപ്ഷൻ. ആൻഡ് ഫൈനലി PS1 കൊടുക്കുന്നു. ആൻഡ് PS1 നിന്ന് അഗെയിൻ എക്സൈറ്റഡ് ആയിട്ട്
ഫെറിഡോക്സിനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഇതിൽ എന്തായിരിക്കും? ലൈറ്റ് റിയാക്ഷന്റെ ഇലക്ട്രോൺ ഫ്ലോ കറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ എ എന്നാണ് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലി നമ്മുടെ PS2 ലൈറ്റ് വന്ന് ഫോൾ ചെയ്യാണ്. അങ്ങനെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി അതൊക്കെ എങ്ങോട്ട് മൂവ് ചെയ്യാണ്? ഇലക്ട്രോൺ കാരിയേഴ്സിലേക്ക്. പ്രൈമറി അക്സെപ്റ്റർ ഏതാണ്? തിയോഫൈറ്റിൻ. അത് കഴിഞ്ഞ് പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോവാണ്. അതിന് സൈറ്റോക്രോം B6F, ഫൈനലി പ്ലാസ്റ്റോസൈനിൻ. ഈ പ്ലാസ്റ്റോസൈനിൽ നിന്ന് ഇലക്ട്രോൺ എക്സിറ്റ് ചെയ്ത് ഇനി റിയാക്ഷൻ സെന്റർ ഓഫ് PS1 പോയി. ആൻഡ് PS1 ഫൈനലി എങ്ങോട്ട് പോയി? ഫെറിഡോക്സിനിലേക്ക് പോയി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് 11th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ എൻസൈം ദാറ്റ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ എ C3 പ്ലാന്റ് ഇസ്. അപ്പൊ നമുക്കറിയാം C3 പ്ലാന്റിൽ നടക്കുന്ന പ്രോസസ് മെയിൻലി എന്താണ്? C3 സൈക്കിൾ ആണ്. C3 സൈക്കിൾ മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ ബണ്ടിൽ ഷീത്തും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ RUBP കാർബോക്സിലേസ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ എൻസൈം ആണ് ഇൻ C3 സൈക്കിൾ. ഇനി പെപ്പ് കാർബോക്സിലേസ് വരുന്ന ഏതിലാണ്? C4 സൈക്കിളാണ്. അത് C3 സൈക്കിളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇനി NADP റിഡക്ടേസ് നമുക്കറിയാം എങ്ങനെയാണ്? C3 പ്ലാന്റിലായാലും C4 പ്ലാന്റിലായാലും ലൈറ്റ് റിയാക്ഷൻ എല്ലായിടത്തും നടക്കുന്നതാണ്. ലൈറ്റ് റിയാക്ഷനിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് NADP റിഡക്ടേസ്. അപ്പൊ ഇതും ഫൗണ്ട് ഇൻ C3 പ്ലാന്റ് നമുക്ക് പറയാൻ പറ്റും. ഇനി ATP സിന്തേസും എവിടെയാണ്? എല്ലാ പ്ലാന്റ്സിനും ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാലേ നമ്മുടെ ATP സിന്തസൈസ്ഡ് ആഫ്റ്റർ ലൈറ്റ് റിയാക്ഷൻ ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ ഡാർക്ക് റിയാക്ഷൻ ഇൻ ദി ബയോസിന്തറ്റിക് ഫേസ്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. കാരണം PEP കാർബോക്സിലേസ് എന്ന് പറയുന്നത് C4 സൈക്കിളാണ്. C4 സൈക്കിൾ ഡസന്റ് അക്കർ ഇൻ C3 പ്ലാന്റ്സ്. ഇനി നേരെ തിരിച്ചു വെച്ചാൽ C4 പ്ലാന്റ്സിൽ C3 സൈക്കിൾ നടക്കുമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം എല്ലാ പ്ലാന്റ്സിലും C3 ഓർ C4 എല്ലാ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിലും C3 സൈക്കിൾ നടക്കും. അത് C4 പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്, C3 പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് RUBP കാർബോക്സിലേസ് എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ C3 പ്ലാന്റ്സിന് ഉപയോഗിക്കുന്ന ത്രൂ C3 സൈക്കിൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് RUBP കാർബോക്സിലേസ്. ഇപ്പൊ പ്രൈമറി അക്സെപ്റ്റർ ആയിട്ട് CO2, RUBP എല്ലാം വന്ന് ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ C3 ആൻഡ് C4 പ്ലാന്റ്സ്. ഇനി നമുക്ക് ഒരു കാര്യം അറിയാം, C3 പ്ലാന്റ്സിലാണ് മീസോഫിൽ സെൽസ്. C3 പ്ലാന്റ്സിന് മീസോഫിൽ സെൽസിലാണ് C3 സൈക്കിൾ നടക്കുന്നത്. C4 പ്ലാന്റ്സിൽ ഇതേ കേസിൽ C3 സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് നടക്കുന്നത്. കാരണം എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ബണ്ടിൽ ഷീറ്റ് സെൽസ് ആർ റിച്ച് ഇൻ റുബിസ്കോ. അതുകൊണ്ട് ബണ്ടിൽ ഷീറ്റ് സെൽസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ C4 പ്ലാന്റ്സിലാണ് ഏത് നടക്കുന്നത്? C3 സൈക്കിൾ നടക്കുന്നത്. ഇനി പെപ്പ് കാർബോക്സിലേസ് എവിടെയാണ് വരുന്നത്? C4 പാത്വേയിലാണ് വരുന്നത്. only in C4 plants and not in C3 plants, which helps in fixation of atmospheric carbon dioxide with PEP. ഇനി NADP റിഡക്ടേസ് എന്ന് പറയുന്നത് ഓൾറെഡി വന്നു. ഏതാണ്? ലൈറ്റ് റിയാക്ഷൻ ആണ് ഇത് മെയിൻലി കാണുന്നത്. ലൈറ്റ് റിയാക്ഷൻ എല്ലാ പ്ലാന്റ്സിലും നടക്കുന്നതാണ്, ബി ഇറ്റ് C3 or C4. ഇനി ATP സിന്തേസും ഇതേപോലെ തന്നെ ലൈറ്റ് റിയാക്ഷന്റെ എൻഡിലാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് വഴി നടക്കുന്നത്. ആൻഡ് ഈ ATP സിന്തസിസും ഏതിലാണ്? ഇറ്റ് ഇസ് പ്രസന്റ് വിത്തിൻ തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇറ്റ് ഇസ് പ്രസന്റ് ബോത്ത് ഇൻ C3 ആൻഡ് C4 പ്ലാന്റ്സ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? C3 പ്ലാന്റിൽ നടക്കാത്തതും ഇല്ലാത്തതുമായിട്ടുള്ളത് PEP കാർബോക്സിലേസ് ആണ്. ഇനി 13th question. The reaction that is responsible for primary fixation of CO2 is catalyzed by. എങ്ങനെയാണ്? അതായത് പ്രൈമറി ഫിക്സേഷൻ ഓഫ് CO2ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന ആരാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല C3 പ്ലാന്റ്സിലാണോ C4 പ്ലാന്റ്സിലാണോ എന്നുള്ളത്. കാരണം എന്താ? നമുക്കറിയാം C4 പ്ലാന്റ്സിലാണെങ്കിൽ C3 പ്ലാന്റ്സിലാണെങ്കിൽ റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈം വന്ന് RUBP കാർബോക്സിലേസ് ആക്ടിവിറ്റിയാണ് കാണുന്നത്. പക്ഷെ C4 പ്ലാന്റ്സിൽ പെപ്പ് കേസ് വന്നിട്ടാണ് ഈ പ്രൈമറി ഫിക്സേഷൻ ഓഫ് CO2 ചെയ്യുന്നത്. അപ്പോ ഇൻ C3 അല്ലെങ്കിൽ ഇൻ C4 പ്ലാന്റ്സിന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ C3 പ്ലാന്റ്സിൽ RUBP കാർബോക്സിലേസും C4 പ്ലാന്റ്സിന് പെപ്പ് കാർബോക്സിലേസും പറയുന്നു. ഇവിടെ ആക്ച്വലി മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി രണ്ടും നമുക്ക് പറയാൻ പറ്റും. കാരണം രണ്ടും is responsible for primary fixation of CO2 but just in different plants. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? Both RUBP carboxylase and PEP carboxylase are involved in fixation of carbon dioxide. In this question specifically mention ചെയ്തിട്ടില്ല if it's about C3 അല്ലെങ്കിൽ C4 ആണോ എന്ന്. അപ്പൊ നമുക്ക് രണ്ടും പറയേണ്ടി വരും. ആസ് ഓപ്ഷൻ ആൻസർ എന്തായിട്ട് വരും? RUBP carboxylase and PEP carboxylase.
ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്താണ്. എങ്ങനെ റുബിസ്കോയില് RUBP കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ഏത് പ്ലാന്റ്സിലൊക്കെ കാണും എന്നുള്ളതൊക്കെ നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇതില് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാല് PGA സിന്തേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ PGA സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മൾ ഏതിലാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. PGA സിന്തേസ് എന്ന് പറയുന്ന എൻസൈം കാറ്റലൈസിസ് വിച്ച് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഇൻ ദി കൺവേർഷൻ ഓഫ് L-glutamine ടു പോളിഗ്ലൂട്ടമിക് ആസിഡ്. ഇത് ആക്ച്വലി ഈ ചാപ്റ്ററിൽ ഒന്നും വരുന്നൊന്നല്ല, നമ്മുടെ സിലബസിലേ ഇല്ലാത്ത സാധനമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ വന്നതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. ഇറ്റ് കാറ്റലൈസസ് ദി കൺവേർഷൻ ഓഫ് L-glutamine ടു പോളിഗ്ലൂട്ടമിക് ആസിഡ്. ഇനി 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് when CO2 is added to PEP ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. അപ്പൊ തന്നെ നമുക്ക് ഉള്ളിൽ കത്തണം എന്താണ് ഇത്, C4 പ്ലാന്റ്സിനെ പറ്റിയാണ് പറഞ്ഞത്. കാരണം C4 പ്ലാന്റ്സിന് മാത്രമേ PEP-ന്റെ പ്രൈമറി ഫിക്സേഷൻ നടക്കുന്നുള്ളൂ. അപ്പോ CO2 is added to PEP, the first stable product synthesized in C4 cycle ആണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ C4 സൈക്കിളില് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റിന് 4 കാർബൺ വേണം ആൻഡ് അതെന്തായിരിക്കും, ഓക്സാലോ അസറ്റേറ്റ്. C4 സൈക്കിൾ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓക്സാലോ അസറ്റേറ്റ്, വിച്ച് ഇസ് ദ stable product formed through the fixation of CO2 in C4 plants. In C4 pathway, PEP being the primary CO2 acceptor present in mesophyll cells, PEP എന്തുവരും PEP കേസിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഓക്സാലോ അസറ്റിക് ആസിഡ് ആൻഡ് പിന്നീട് അത് മാലിക് ആസിഡ് ആവും ആൻഡ് ആസ്പാർട്ടിക് ആസിഡ് ആവാം ചില പ്ലാന്റ്സിൽ ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ബണ്ടിൽ ഷീറ്റ് ആൻഡ് അവിടെ എന്ത് ചെയ്തു, ഒരു 3 കാർബൺ കമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ആവുകയാണ്, പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് 4 കാർബൺ ഓക്സാലോ അസറ്റിക് ആസിഡിൽ നിന്ന് 3 കാർബൺ പൈറുവിക് ആസിഡ് ആയപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് is actually released which increases the CO2 concentration in the bundle sheet cells which makes it not prone to photorespiration. കാരണം എന്താ, C3 സൈക്കിൾ C2 സൈക്കിൾ അവിടെ ആക്ച്വലി നടക്കില്ല, കാരണം CO2 കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി പൈറുവേറ്റ് ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ തന്നെ ഒരു ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും നമുക്ക് എന്ത് പറ്റില്ല, പറയാൻ പറ്റില്ല. ഫോസ്ഫോഗ്ലിസറേറ്റും ഇല്ല, പറയാൻ പറ്റില്ല. കാരണം എന്താ, ഫോസ്ഫോഗ്ലിസറേറ്റ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏത് സൈക്കിളാണ്, C3 സൈക്കിളാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് C3 സൈക്കിളാന്ന് പറയാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന C4 സൈക്കിളാണ്, ഓക്സാലോ അസറ്റേറ്റ്. അപ്പൊ ഇത്രയാണ് ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിലെ MCQ എന്നുള്ളത്. ഇനി വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.